ഇക്വേഷൻസിന്റെയാണ് ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഓക്കെ. അപ്പൊ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എഗെയിൻ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ഒക്കെ എഴുതി റോ എച്ചലോൺ ഫോമിലോട്ടാക്കി ഫൈനൽ സൊല്യൂഷൻ എങ്ങനെ വരും നോക്കണം. അതിന് മുന്നേ റാങ്ക് ചെക്ക് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താ, ദേ ആർ ഇൻകൺസിസ്റ്റന്റ് എന്നൊരു ഓപ്ഷൻ തന്നിട്ട് അപ്പൊ നമുക്ക് റാങ്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി റോ എച്ചലോൺ ഫോമിൽ എത്തണം. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാം. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുവാണ് കേട്ടോ. 1 2 3 6. എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ 1 2 3 6 എന്ന് എഴുതും. ചിലപ്പോൾ എക്സും വൈയും സെഡും ഒക്കെ മാറി മാറി കൊടുത്തിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചേക്കുക. ഒന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ആദ്യത്തെ കോളത്തിൽ എക്സിൻ്റെത്, അടുത്ത കോളത്തിൽ വൈന്റെ കോയിഫിഷ്യൻസ്, തേർഡ് കോളത്തിൽ ഇസഡിന്റെ കോയിഫിഷ്യൻസ്, അങ്ങനെ തന്നെ വരണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇട്ടെന്ന് വരും. 1 2 3 6 3 -2 1 2 4 2 1 7. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇതിനെ റോ എച്ചലോൺ ഫോമിലോട്ട് മാറ്റാനായിട്ട് R2 - 3 R1 ഉം R3 - 4 R1. അത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? 1 2 3 6 0 -8 -8 -16 0 -6 -11 -17. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് റോയില് ലീഡിംഗ് എൻട്രിയുടെ താഴത്തെ നമ്പറിനെ നമുക്ക് 0 ആക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യുക? അതിന് മുന്നേ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കോമൺ ഫാക്ടർ കൊണ്ടൊന്ന് ഈ -8 -8 -16 ഉണ്ടല്ലോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഞാൻ അടുത്തൊരു സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ല, ഇവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ വേണ്ട കൺഫ്യൂസ്ഡ് ആവുക. R2 എന്ന് പറയുന്നത് R2 ഡിവൈഡഡ് ബൈ -8 ഉം ആൻഡ് തേർഡ് റോയിനെ ഞാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് -1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യട്ടോ, ആ നെഗറ്റീവ്സ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. 1 2 3 6 0 1 1 2. ഇവിടെ 0 6 11 17 എന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് കാണാൻ അപ്പീലിംഗ് ആയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 6ന് 0 ആക്കണം അല്ലെ. R3 implies R3 - 6 times of R1 അല്ലെ. 1 2 3 6 0 1 1 2 6 R2. Yes, 6 R2. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ ഓഗ്മെന്റഡ് ഫോമിലായല്ലോ, സോറി ഓഗ്മെന്റഡിൽ എച്ചലോൺ ഫോമിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് റാങ്ക് ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. റാങ്ക് ഓഫ് എ, കോഎഫിഷ്യൻ മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് അല്ലെ. നോൺ സീറോ ആയിട്ട് 3 റോസ് ഉണ്ട്. റാങ്ക് ഓഫ് എ ബിയും 3 തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ്? റാങ്ക് ഓഫ് എയും എ ബിയും ഈക്വൽ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ഉണ്ട്. ഇനി നോക്കേണ്ടത് യുണീക് സൊല്യൂഷൻ ആണോ അതോ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അൺനോൺസ് നമുക്ക് 3 ആണ്. അപ്പം റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് അല്ലെ. സോ യുണീക് സൊല്യൂഷൻ ആണ്. യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എച്ചലോൺ ഫോമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതാം. x + 2y + 3z = 6. ഈ മെട്രിക്സിനാണ് ഞാൻ എഴുതുന്നത്. y + z = 2 5z = 5. ഇതിൽ നിന്ന് എന്ത് എഴുതാം? z = 1 y = 1 x = also 1 വരും അല്ലെ. അപ്പൊ 1 1 1 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. x = y = z = 1. എ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എ അല്ല, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ.
എവിടെയെങ്കിലും ചിലപ്പോൾ സോൾവ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ചിലരൊക്കെ ഇപ്പൊ നേരത്തെ കുറച്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുന്ന. നിങ്ങൾ ഒരിക്കലും അതുകൊണ്ട് ഡിമോട്ടിവേറ്റ് ആവരുത്. കുറച്ച് പേര് ആൻസർ പറയുന്നുണ്ട്, ബാക്കിയുള്ളത് ആ സ്പീഡിന് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവരുത്. നിങ്ങളുടെ പുതിയ സിലബസ് വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ നിങ്ങൾ ചുറ്റുമുള്ള ആരെയും വെച്ച് കമ്പയർ ചെയ്ത്, ഞാനിത് ഓൾറെഡി എഡിക്കൊന്നും പ്രിപ്പയർ ചെയ്യാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ 80 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പൊ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നാലും ഡോണ്ട് വറി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സ്പീഡൊക്കെ കൂടി വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവരൊപ്പം എത്തിക്കോളും. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളു കേട്ടോ. ഇനി ആകെ നമുക്ക് ചേഞ്ച് വരുന്ന വെച്ചാൽ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ഈഗൻ വാല്യൂ, ഈഗൻ വെക്ടേഴ്സ്, ഈഗൻ വെക്ടേഴ്സിന്റെ കുറച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ആ റെക്കോർഡഡ് സെഷൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ഇതിൽ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉള്ളൂ. കുറച്ചുകൂടെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിലും കാൽക്കുലസിലും ഒക്കെയാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലും കുറച്ചുകൂടെയൊക്കെ ഈ ലീനിയർ ആൾജിബ്രയിൽ ഇത്രയൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ പഠിച്ച് പോർഷൻസ് കഴിഞ്ഞ് ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നി ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, കെയ്ലി ഹാമിൽട്ടന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ വെച്ചിട്ട് ഇല്ല. എനിക്ക് ലൈക് 2 hour സെഷൻ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ കുറച്ച് റീസൺസ് ആണ് എനിക്ക് ലേറ്റ് ആയി പോയി. സോ ഐ കുഡന്റ് ആക്ച്വലി ടേക്ക് ഓൾ ദ ക്വസ്റ്റ്യൻസ്. സോ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങൾക്ക് ആ ഒരു കെയ്ലി ഹാമിൽട്ടന്റെ ഉള്ളൂ. പക്ഷെ അതിന്റെ ഐ തിങ്ക് 2 or 3 ടൈപ്സ് ഉണ്ട്. അത് ആ റെക്കോർഡ് സെഷനിലുണ്ട്. അത് നോക്കിയാൽ മാത്രം മതി. അതിൽ തന്നെ ആ ടൈപ്പ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഇതിന് ലീനിയർ ആൾജിബ്രയ്ക്ക് ഇനി വീണ്ടും ഒരു സെഷന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് സെയിം റെപ്പിറ്റേഷൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബട്ട് നോക്കട്ടെ, നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ബട്ട് സ്റ്റിൽ ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വരത്തുള്ളൂ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോ നോക്കാം. ഈഗൻ വാല്യൂസ്, ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ബി ആണോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 6-1. അതെ അതെ, റൈറ്റ് ആൻസർ അതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനന്റ്, പിന്നെ ട്രേസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഈഗൻ വാല്യൂസ്, ആ രീതിയിലും ചെയ്യാം. ആക്ച്വലി ജസ്റ്റ് നിങ്ങൾക്ക് ആ 2 മെത്തേഡ് അറിയാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ആ 2 മെത്തേഡിൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ ഒരു 2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് ഇൻടു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ്. പ്ലസും മൈനസും ഒക്കെ നോക്കിക്കോണം, കൺഫ്യൂസ്ഡ് ആയത്. മൈനസിന് ശേഷം പ്ലസ് വരും കേട്ടോ. ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ എ 2x2 മെട്രിക്സ്. നമ്മൾ ജനറൽ എഴുതുന്ന മറ്റേ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആ ഓരോ സ്റ്റെപ്പ് എഴുതി ഒന്നും ചേട്ടൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2x2 മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതും? ഈ ഒരു കേസിൽ എങ്ങനെ വരും? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് അല്ലെ, 1 + 4, അതായത് 5 ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എങ്ങനെ വരും? 4 × 1 4 മൈനസ് -5 × -2, അതായത് 4 - 10 വരും, -6 ആണല്ലോ, നമുക്ക് പ്ലസ് വാങ്ങിക്കണം അല്ലെ, ഇവിടെ -6 ഇടാം. -6 = 0. അപ്പൊ ഇതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ പ്രോഡക്റ്റ് -6ഉം സമ്മ് -5 വരണമെങ്കിൽ നമ്മളെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 1ഉം -6 ആയിരിക്കും അല്ലെ, 1ഉം -6ഉം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് -1 6 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്ത് എഴുതാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വേറൊരു മെത്തേഡാണ് പ്രോഡക്റ്റ് ഓഫ്. ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ് അങ്ങനെയൊന്നും എഴുതുന്നില്ല, ഞാൻ അസ്യൂം ചെയ്യാണ് എന്റെ 2 ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലാംഡ1 ലാംഡ2 എന്നാണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ലാംഡ1 + ലാംഡ2 അതിന്റെ സം എന്ന് പറയുന്നത് 1 + 4 ആണ് അല്ലെ, ഈക്വൽ ടു 5, അതായത് ട്രേസ് ആണ്. അതുപോലെ തന്നെ ലാംഡ1 × ലാംഡ2 എന്ന് പറയുന്നത്
ഡിറ്റർമിനന്റിന് ഈക്വൽ ആണ് 4 മൈനസ് 10 എന്നുള്ളത്, അതായത് -6 അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് ലാംഡ 2 ഈക്വൽ ടു അല്ലെങ്കിൽ ലാംഡ 1 ഈസ് ഈക്വൽ ടു -6/λ2 എന്ന് ഞാൻ എഴുതി. ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിനെ ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ -6/λ2 പ്ലസ് λ2 ഈക്വൽ ടു 5. ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലോട്ട് എത്തും. അതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ -1/6 എന്നൊരു ഇത് വരും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തുന്നതിനേക്കാളും ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ചിലപ്പോൾ നമുക്ക് വേറെ കേസസിലൊക്കെ വേറെ ഏതെങ്കിലും ചില കേസസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എ ഡിയുടെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, ഡയറക്റ്റ് പ്രോഡക്റ്റ് എത്രയാണ് അല്ലെങ്കിൽ സം ഓഫ് ഐഗൻ വാല്യൂസ് എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കാം. അങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യാം. ദിസ് ഈസ് ദി ഈസിയർ വൺ. ഈസി മെത്തേഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇഫ് λ1, λ2 up to λn are the latent roots of matrix A, then A cube has latent roots. ഇവിടെ latent roots ഒന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ്, അതായത് നമ്മുടെ ഈഗൻ വാല്യൂസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈഗൻ വാല്യൂസ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും? എ എന്ന മെട്രിക്സിന്റെ ലേറ്റന്റ് റൂട്ട്സ്, അതായത് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ λ1, λ2, λ3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിന്റെ ലേറ്റന്റ് റൂട്ട്സ്, അതായത് ഈ ക്യൂബിന്റെ ഈഗൻ വാല്യൂസ് ഏതായിരിക്കും? ഓപ്ഷൻ സി. അതെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, എ എന്നൊരു മെട്രിക്സിന് ഇപ്പോ നമ്മൾ പറയണ അതിന്റെ ഈഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ എയുടെ പവർ വരുന്നത്, അതായത് ആ എ എന്ന മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു പവർ എടുക്കണം. ഇപ്പൊ സ്ക്വയർ വരുവാണ്, ക്യൂബ് വരുവാണ്, അല്ലെങ്കിൽ ഫോർത്ത് പവർ വരുവാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതിന്റെ ഒരു ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും λ1/k, λ2/k, λ3/k ഇങ്ങനെ വരും എന്നാണ് നമ്മുടെ ആ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എ ക്യൂബ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെ വരും? λ1 ക്യൂബ്, λ2 ക്യൂബ്, λ3 ക്യൂബ്. അതാണ് ഓപ്ഷൻ സി വരുന്നത്. അപ്പൊ ഇതൊരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക്, അതെല്ലാം നിങ്ങൾ ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഈ ഇൻവേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഐ തിങ്ക് എടുത്ത് വെച്ചപ്പോഴത്തേക്കും മിസ്റ്റേക്കിംഗ് വന്നതാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാം. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 2/2 മെട്രിക്സ് നമ്മൾ എങ്ങനെ 1/AD മൈനസ് BC അല്ലെ. 1/5 - 6, 1ഉം 5ഉം ഇന്റർചേഞ്ച് ചെയ്തു, 2നെ -2 എന്നിട്ടു, 3നെ -3 എന്നിട്ടു. ഇപ്പൊ 5 - 6 -1 ആണ്. -1 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് -1, 2, 3, -5. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for what value of lambda the system of equations has non-zero solution? ഇപ്പൊ ഇവിടെ ഒരു ഹോമോജീനസ് ആയിട്ടുള്ള സിസ്റ്റം തന്നിട്ടുണ്ട്, അതിന് നോൺ സീറോ സൊല്യൂഷൻ വരണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യണം? ഫസ്റ്റ് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോമോജീനസ് സിസ്റ്റം വരുമ്പോൾ ഹോമോജീനസ് സിസ്റ്റത്തിന് രണ്ട് ടൈപ്പ് ഉണ്ട്. സീറോ സൊല്യൂഷൻ, അതായത് നമ്മുടെ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെ, ട്രിവിയൽ സൊല്യൂഷൻ വരാം, നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരാം. നോൺ ട്രിവിയൽ സൊല്യൂഷനിൽ എങ്ങനെയാ വരുന്നത്? അതായത് നോൺ ട്രിവിയൽ ഉദ്ദേശിക്കുന്നത് നോൺ സീറോ ആണ് അല്ലെ. നോൺ ട്രിവിയൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇൻഫൈനൈറ്റ്ലി മെനി ആണ് അല്ലെ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് നമുക്ക് അവിടെ. ആ ട്രീ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാല് ഈ പോയിന്റ് ക്ലിയർ ആയിരിക്കും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുമ്പോൾ എന്താണ്? റാങ്ക് ലെസ് ദാൻ ഇൻ. പക്ഷെ അതിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ജസ്റ്റ് അത് പറഞ്ഞു പോയപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് ഈക്വൽ ടു 0 എന്നും കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഹോമോജിനസിന്റെ കേസ് എടുക്കുമ്പോൾ ട്രിവിയൽ സൊല്യൂഷനിൽ റാങ്ക് ഈക്വൽ ടു n ആയിരിക്കും. നമ്മൾ പറഞ്ഞ റാങ്ക് ഈസ് ഈക്വൽ ടു n. നോൺ ട്രിവിയൽ സൊല്യൂഷൻ, ഇൻഫിനൈറ്റ് സൊല്യൂഷൻസ് വരുമ്പോൾ റാങ്ക് ലെസ് ദാൻ n. പക്ഷെ ഇവിടെ ഒരു രീതിയിലും കൂടെ ചെക്ക് ചെയ്യാം. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0യും നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ട്രിവിയൽ ആണോ നോൺ ട്രിവിയൽ ആണോ എന്നുകൂടെ പറയാനുള്ള ഒരു കേസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യുക. ചില സമയങ്ങളിൽ നമുക്ക് റാങ്ക് വെച്ചിട്ട് യൂസ് ഉണ്ടാവില്ല, ഇത് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിട്ട്
വരും. സോ നമുക്ക് ഇപ്പൊ നോൺ സീറോ സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ എന്നല്ലേ അർത്ഥം. അപ്പൊ ഇവിടുത്തെ മെട്രിക്സിന്റെ കോഎഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ലാംഡയുടെ വാല്യൂ കിട്ടത്തില്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഡിറ്റർമിൻ ഫസ്റ്റ് ആ മെട്രിക്സ് ഒന്ന് എഴുതാം അല്ലെ. 3 -1 1 15 -6 5 ലാംഡ -2 2. ഇതാണ് നമ്മുടെ മെട്രിക്സ്, എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, എ മെട്രിക്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് വരുമ്പോ എങ്ങനെ വരും? 3 × -12 + 10 മൈനസ് ഓഫ് -1 +1 ആകും ഇൻറ്റു 30 -5 ലാംഡ +1 ഇൻറ്റു -30 +6 ലാംഡ. ഇത് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, നോൺ സീറോ സൊല്യൂഷൻ ആയതുകൊണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 3 -12 + 10 -6 +30 -5 ലാംഡ -30 +6 ലാംഡ ഈക്വൽ ടു 0. -30 +30 പോകും, 6 -5 ലാംഡ -6 ഈക്വൽ ടു 0 എന്നാണ്. ഇപ്പൊ ലാംഡ ഈക്വൽ ടു 6. ഇപ്പൊ ലാംഡയുടെ വാല്യൂ എത്ര വരണം? 6 വരണം അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ 2x2 മെട്രിക്സിന് ഞാനൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് മെട്രിക്സ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഇപ്പൊ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് എത്ര വരും? 3 + -5 അല്ലെ. 3 - 5 -2. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് +2 ലാംഡ. ഡിറ്റർമിനന്റ് എത്ര വരും? -15 -12 വരും, ദാറ്റ് ഈസ് -27. അപ്പൊ ഇത് പ്രോഡക്റ്റ് -27 സമ്മ് 2 വരുന്ന നമ്പേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് അല്ലാതെ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലെ. ലാംഡ ഈക്വൽ ടു മറ്റേ -b ± √b² - 4ac/2a ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യണം. അപ്പൊ -b എന്ന് പറയുമ്പോൾ -2 ± √b² എന്ന് പറയുമ്പോൾ 2² -4 ഇൻറ്റു a1 ആണ്, c -27 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് -2 ± 4 + 108 112 വരും ബൈ 2. 112 എന്ന് പറയുമ്പോഴത്തേക്കും 4√7 ആയിട്ട് എഴുതാം അല്ലേ. ±4√7/2 which is -1 ± 2√7. -1 ± 2√7. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതും നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ, the eigenvalues and corresponding eigenvectors of a 2x2 matrix are given by, ഇവിടെ തന്നിട്ടുണ്ട് ഒരു മെട്രിക്സിന്റെ, ഒരു 2x2 മെട്രിക്സിന്റെ 2x2 മെട്രിക്സിന്റെ ഈഗൻ വെക്ടേഴ്സും ഈഗൻ വാല്യൂസും ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈഗൻ വാല്യൂസ് എത്രയാ? 8 ഉം 4 ഉം. ഈഗൻ വെക്ടേഴ്സ് 1 1 ഉം 1 - 1 ആയിട്ട് തന്നിട്ടുണ്ട്. എങ്കിൽ ആ മെട്രിക്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിന്റെ ആൻസർ? വേഗം സോൾവ് ചെയ്യാൻ പറ്റുമോ? ഒരു 1 മിനിറ്റ് ടൈം തരാം. ഓപ്ഷൻ എ. എങ്ങനെയാ കിട്ടിയേ? ഡിറ്റർമിനന്റും ട്രേസും നോക്കി. അതെ, ഡിറ്റർമിനന്റും ട്രേസും നോക്കി. ആക്ച്വലി ഡിറ്റർമിനന്റ് നോക്കേണ്ട ആവശ്യമില്ല, അതെ സമ്മ് മാത്രം നമുക്ക് നോക്കിയാൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഈഗൻ വാല്യൂസിന്റെ നമുക്കറിയാം സം ഓഫ് ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രേസ് ഓഫ് ദി മെട്രിക്സ് ആണ്. അപ്പോ ഇവിടുത്തെ ട്രേസ് എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ ഈഗൻ വാല്യൂസ് 8 ഉം 4 ഉം ആണ് അല്ലെ. 8 + 4 എന്ന് പറയുമ്പോൾ 12 ആ വരുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതില് ആകെ നമുക്ക് 12 എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് ആദ്യത്തെ എ ഓപ്ഷൻ മാത്രമല്ല. 6 + 6 12 വരും, ബാക്കിയെല്ലാം 4 + 4 8, 2 + 2 4, 4 + 4 8 ആ വരുന്നത്. അപ്പൊ സം മാത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ അതിന് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ ഒരു
രീതി, അതിന്റെ ആ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയൊക്കെയോ വലിയ രീതിയിൽ സോൾവ് ചെയ്യുന്നതാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ നല്ല ഫ്രീ മൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ എക്സാം ഹാളിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും ഓർമ്മ വരില്ല. സോ ഇതുപോലത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ത്രീ സിമ്പിൾ, ജസ്റ്റ് ഒന്ന് നോക്കുന്നതിലൂടെ നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ നമ്മൾ തെറ്റിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 9 മണിയായല്ലേ, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് സെഷൻ നിർത്താം കേട്ടോ. അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം കേട്ടോ. ഏഗൻ വാല്യൂ ഓഫ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ്, ഏതാ ഓപ്ഷൻ? ഇവിടെ മെട്രിക്സ് വാല്യൂസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മെട്രിക്സ് വാല്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈഗൻ വാല്യൂസ് ആട്ടോ. ഈഗൻ വാല്യൂസ് ആണ്. ഇനി പറയാൻ പറ്റോ? ഓപ്ഷൻ സി. അതെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഈഗൻ വാല്യൂ ഓഫ് എൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് ഇൻവേഴ്സ് ഓഫ് ദി ഈഗൻ വാല്യൂസ് അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, എ എന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ a⁻k ന്റെ ഈഗൻ വാല്യൂസ് ഏതൊക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്? λ1k, λ2k, λ3k. അപ്പൊ ഈ k എന്ന് പറഞ്ഞാൽ -1 ആയാൽ, അതായത് ഇൻവേഴ്സ് ആണെങ്കിലും സെയിം പോസിബിലിറ്റീസ് ഉണ്ട്. λ1 ഇൻവേഴ്സ്, λ2 ഇൻവേഴ്സ്, ഇങ്ങനെ വരാം അല്ലെ. അപ്പോ ഈഗൻ വാല്യൂ ഓഫ് എൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസിന്റെ ഇൻവേഴ്സ്. ഓക്കെ, λ1, λ2, λ3ന്റെ ഇൻവേഴ്സ് എടുക്കുന്നതിന് തുല്യമാണ് അല്ലെ. ഇൻവേഴ്സ് മെട്രിക്സ് എ എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ ഈഗൻ വാല്യൂസ് എന്താകും? ഇൻവേഴ്സ് ആകും അല്ലെ. λ1 എന്നുള്ളത് λ1 ഇൻവേഴ്സ് ആയിട്ട് മാറും. ആ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. For what value of lambda do the equations x plus 2y equal to 1, 3x plus lambda y equal to 3 have unique solution? Okay, unique solution കേൾക്കുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരും യൂണിക് സൊല്യൂഷൻ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിനാണ് അല്ലേ. ഇതിപ്പോ നമുക്ക് നോക്കുമ്പോൾ അറിയാം RHS സൈഡിൽ നമ്പർ ഉണ്ട്, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അപ്പോ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് യൂണിക് സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഈക്വൽ ടു n നമ്പർ ഓഫ് അൺനോൺസ് വരുമ്പോഴാണ് യുണീക് സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഒരു പോയിന്റ് നേടാം. നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ എപ്പോഴാണ്? when rank of A equal to rank of augmented matrix equal to number of unknowns അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡയുടെ ഏത് വാല്യൂവിനാണ് ഇത് യുണീക് സൊല്യൂഷൻ ആകുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഈക്വൽ ടു n കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്ത് എഷലോൺ ഫോമിലോട്ട് മാറ്റണം അല്ലെ. ഫസ്റ്റ് ഞാൻ അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. x plus 2y അല്ലേ, 1 2 1 3 λ3 ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് R3 R2 implies R2 minus 3 times of R1 അല്ലെ. അപ്പൊ എങ്ങനെ കിട്ടും? 1 2 1 0 λ minus 6 0 അല്ലെ. അപ്പൊ ഇത് നമുക്കിപ്പോ റെഡ്യൂസ് ആയി കഴിഞ്ഞില്ല, റോ എഷലോൺ ഫോമിലോട്ട് നമ്മൾ മാറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. യുണീക് സൊല്യൂഷൻ ആകണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിക്കുന്നത്. യുണീക് സൊല്യൂഷൻ ആകണമെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാ? നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ, ഞാൻ ഈ പറഞ്ഞതിന് മുന്നേ തന്നെ കിട്ടിക്കാണും. ആൻസർ എത്രയാ വരുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, അതെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. റാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? 2 അൺനോൺസ്, എക്സും വൈയും ഉണ്ട് അല്ലെ. എക്സും വൈയും. സോ നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ടു 2. അപ്പൊ റാങ്കും ഈക്വൽ ടു 2 ഉണ്ട്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2, റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് 2 ആകണം, എന്നും 2 ആയിരിക്കും അല്ലെ. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? യുണീക് സൊല്യൂഷൻ വരുന്നത്. അപ്പോ ഇവിടെ റാങ്ക് 2 വരണമെങ്കിൽ ഈ ഒരു റോ 0 ആകാൻ പാടില്ല അല്ലെ. ഇത് നോൺ സീറോ ആണെങ്കിൽ അല്ലെ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടും നോൺ സീറോ വന്നാലേ റാങ്ക് 2 കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ ഓൾറെഡി ലെഫ്റ്റും റൈറ്റും 0 ആയി, പക്ഷെ അപ്പൊ ഇതെങ്കിലും 0 ആകാതിരിക്കണം അല്ലെ. അപ്പൊ ലാംഡ മൈനസ് 6 എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബിക്കം 0, എന്നാൽ മാത്രമേ യുണീക് സൊല്യൂഷൻ കിട്ടുള്ളൂ.
അതായത് ലാംഡ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 6. അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ചിലപ്പോൾ നമ്മൾ ഈ ലാംഡ ഈക്വൽ ടു 6 കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തുവിടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. സോ ഫോർ ഈ ഒരു സെഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഐ ജസ്റ്റ് ചെക്ക് ഇഫ് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഡിഫറെന്റ് പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് എനിക്ക് കിട്ടുമെന്നുള്ള. കാരണം ഓൾറെഡി കുറെ റെപ്പിറ്റേഷൻ ആയി നമ്മൾ റെക്കോർഡ് സെഷൻസിൽ തന്നെ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇത് പോയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഒരു സെഷനും കൂടെ നിങ്ങൾക്ക് ലീനിയർ ആൽജിബ്രയിൽ തരാൻ ശ്രമിക്കാം. ബട്ട് ഇഫ് ഇൻ ദാറ്റ് കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആകെ പെൻഡിങ് വരുന്നത് ഞാൻ പറഞ്ഞ ഒരു കെയിലെ ഹാമിൽട്ടന്റെ ആണ്. അതിലധികം കാര്യങ്ങളില്ല. നിങ്ങൾ ആ ഒരു റെക്കോർഡ് സെഷനിൽ ചെയ്താൽ മതി. അത് പോയിട്ടും കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സെഷനും കൂടെ വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതർവൈസ് ഫോർ ദ ടൈം ബീങ് നമ്മുടെ ലീനിയർ ആൽജിബ്രയുടെ MCQ ഡിസ്കഷൻസ് ഇത്രയും നമുക്ക് ഉള്ളു കേട്ടോ. അപ്പോ ഇന്നത്തെ വേറെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Okay, thank you all.